പ്രശാന്ത് സർ, ഇന്ത്യ പാക് അതിർത്തി വീണ്ടും ശാന്തമായേക്കാവുന്ന ഒരു സാഹചര്യം. വെടിനിർത്തൽ കരാർ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നു. അതിനുശേഷവും പ്രകോപനം അല്ലെങ്കിൽ തുടർച്ചയായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രകോപനപരമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതിർത്തി ശാന്തതയിലേക്ക് പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടെ ഈ 3 ദിവസങ്ങളിൽ തുടർച്ചയായി ഉണ്ടായ ഒരു സംഘർഷത്തിൽ ഇന്ത്യ പാലിച്ച ചില സംയമനങ്ങളുണ്ട്. അത് ലോകരാജ്യങ്ങൾക്കൊക്കെ ഉദാത്ത മാതൃകയാണ് ഇന്ത്യയുടെ ക്ഷമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെടിനിർത്തൽ കരാർ വരുമ്പോൾ, പ്രാബല്യത്തിലാകുമ്പോൾ, ഇരു രാജ്യങ്ങളും ഇനി എടുക്കാനുള്ള, പ്രത്യേകിച്ച് ഇന്ത്യ ഇനി മുന്നോട്ട് ഈ വെടിനിർത്തൽ കരാറിനെ എങ്ങനെ കാണാനാണ് സാധ്യത? ഇന്നലെ പാകിസ്ഥാൻ മുൻകൈ എടുത്ത് തന്നെയാണ് വെടിനിർത്തൽ കരാർ സാധ്യമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ 3:35 ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് പാകിസ്ഥാന്റെ നമ്മുടെ മിലിറ്ററി അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം വെടിനിർത്താം എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ധാരണ നമ്മൾ പത്രസമ്മേളനം നടത്തി തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ വെടിനിർത്തുന്നു എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് വെടിനിർത്തി അല്ലെങ്കിൽ പരസ്പരമുള്ള ആക്രമണം നിർത്തി എന്നുള്ളതല്ല, സിന്ധു നദീജല കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതേപടി തുടരുമെന്നാണ് ഇന്ത്യ ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് വെടിനിർത്തൽ കരാർ എന്തിന്, ആർക്ക് വേണ്ടി എന്നുള്ളതാണ് ഇപ്പം അതിനകത്തൊരു പ്രസക്തമായിട്ടുള്ള കാര്യം. കാരണം വെടിനിർത്തൽ കരാർ എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൽഗാം വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചടിക്കുമെന്ന് പറയുന്നത് പാകിസ്ഥാനെ തിരിച്ചടിക്കുമെന്നല്ല, ഒരിക്കലും പറഞ്ഞു ടെററിസത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞു. അത് നമ്മൾ ആദ്യമേ ആക്രമിച്ച തന്നെ 9 ഇടത്തെ അവരുടെ പ്രധാനപ്പെട്ട ടെററിസ്റ്റ് ഏരിയയിലാണ് ആക്രമിച്ചത്. അതിനകത്ത് ജെയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ അൽ ഖ്വയ്ദ എന്നുള്ള തലവന്മാരുടെ ഉൾപ്പെടെയുള്ള ആസ്ഥാനങ്ങൾ അത് വളരെ നോട്ട് ചെയ്ത് ഇന്നിടത്താണ് ആക്രമിച്ചതെന്ന് വളരെ വ്യക്തത വരുത്തി അത് ലോകത്തുടനീളമുള്ള രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി. നീതു പറഞ്ഞതുപോലെ ഒരു രാജ്യം അതിന്റെ നിയമത്തിനകത്ത് രാജ്യാന്തര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അവർ ഇന്ന കാര്യങ്ങളാണ് ബോധ്യപ്പെടുത്തി, ഇനി നമ്മൾ അതിനകത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറിയെടുത്ത് വീണ്ടും നമ്മളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ടെററിസത്തെ ഇല്ലായ്മ ചെയ്തതിനും നമ്മളെ അറ്റാക്ക് ചെയ്ത ടെററിസ്റ്റുകളെ വകവരുത്തുന്നതിനുമാണ് ശ്രമിച്ചത്. അപ്പൊ തിരിച്ചുള്ള അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ജനവാസ മേഖലകൾ, തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിക്കാൻ തുടങ്ങുകയും ആ അക്രമത്തിനകത്ത് അതിന് തിരിച്ചടി പ്രതിരോധിച്ച് നിർത്തുന്നതല്ലാതെ തിരിച്ച് വീണ്ടും ആക്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. വീണ്ടും പ്രതിരോധിക്കുന്ന അവസ്ഥയ്ക്കപ്പുറം വീണ്ടും ആക്രമിക്കാൻ വന്നപ്പോഴാണ് നമ്മൾ ഈ പറയുന്നത് പോലെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആക്രമിക്കേണ്ടി വന്നത്. അത് ഒരുപക്ഷെ പരിശോധിക്കുമ്പോൾ വീണ്ടും ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ ലോകത്തോട് ചെയ്തു, ഇന്ന കാര്യം കൊണ്ടാ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് 12ഓളം അവരുടെ ബേസുകൾ ആക്രമിച്ചു, അല്ലെങ്കിൽ അവരുടെ ഈ റഡാർ സംവിധാനം തകർത്ത്, വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത്, ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് എന്തിന് വെടിനിർത്തൽ അല്ലെങ്കിൽ ആര് വെടിനിർത്തി എന്നുള്ളതിനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആക്രമിച്ചു, അതിനുശേഷം അവർ നിയമം തെറ്റിച്ച് നമ്മളെ തിരിച്ചാക്രമിച്ചു. നമ്മുടെ തിരിച്ചാക്രമണത്തിൽ ഒരുപക്ഷെ നമ്മൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് വളരെ വലിയ വലുപ്പത്തിൽ സംഭവിച്ചു, അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആ രാജ്യത്തിന് നാശനഷ്ടം ഉണ്ടായി. ഒരുപക്ഷെ അല്ലെങ്കിൽ F-16 അല്ലെങ്കിൽ J-17 ഉൾപ്പെടെയുള്ള ഫ്ലൈറ്റുകൾ പൊങ്ങാൻ സാധിക്കാത്ത രീതിയിൽ സഗോദ ഉൾപ്പെടെയുള്ള സ്ഥലത്തെ എയർ ബേസുകൾ തകർത്തു. ഇനി അവർ തിരിച്ചു പറയാൻ നമ്മുടെ എയർ ബേസുകൾ തകർത്തു, നമ്മുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നമ്മളെ തകർത്തു, അല്ലെങ്കിൽ നമുക്ക് കാഷ്വാലിറ്റി ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെ ഇവർ പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പ്രചരണമൊക്കെ വ്യാജമാണെന്ന് തെളിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങളെ ലോകത്തുൾപ്പെടെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയി. അപ്പം എല്ലാ രീതിയിലും അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും നേരാവണ്ണമല്ല, അല്ലെങ്കിൽ അതിനകത്ത് യുദ്ധ നിയമങ്ങൾ പോലും പാലിക്കാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ പ്രാവശ്യം ആക്രമിച്ചു, രണ്ടാമത് നമ്മളെ തിരിച്ചാക്രമിക്കാൻ വന്നു, നമ്മൾ പറയുന്ന നമ്മുടെ യുദ്ധ ബേസുകളെയും നമ്മുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെ ആക്രമിക്കാൻ വന്നു, നമ്മൾ തിരിച്ച് അവരുടെ യുദ്ധ ബേസുകളെയും ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് 20 കിലോമീറ്റർ ഇപ്പുറം വരെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷം നമ്മൾ അവരുടെ യുദ്ധ ബേസുകളൊക്കെ തകർക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതായത് എന്തിന് വെടിനിർത്തണം എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനെ തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനും, അല്ലെങ്കിൽ ഒരു ഫൈറ്റർ വിമാനം പോലും പൊക്കാൻ സാധിക്കാത്ത രീതിയിൽ എയർ ബേസുകളൊക്കെ നശിപ്പിച്ചത് കൊണ്ട് അവർക്ക് വെടിനിർത്തേണ്ടതായിട്ട് അവസ്ഥ. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം എന്ന് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത വാർത്ത,
മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ആക്രമിക്കാൻ ചെല്ലുന്നു, അല്ലെങ്കിൽ നമ്മൾ നിരുത്തരവാദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ആ രീതിയിലേക്കുള്ള ഇൻഫർമേഷൻസ്. അതുപോലെ തന്നെ നമ്മളെ ആക്രമിച്ചു, നമ്മുടെ ബേസുകൾ തകർത്തു, നമ്മുടെ കാഷ്വാലിറ്റി ഉണ്ടായി, വലിയ വലിയ വലുപ്പത്തിൽ നമ്മുടെ പട്ടാളക്കാർ മരണമടഞ്ഞു, ഇത്തരത്തിൽ ഫേക്ക് ന്യൂസുകൾ കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ. എല്ലാ രീതിയിലും യുദ്ധതന്ത്രം പാലിക്കാതെ ഉള്ള ഒരു പ്രശ്നം. അപ്പൊ അതിനകത്ത് ആര് ജയിച്ചു ആര് തോറ്റു എന്ന് പറഞ്ഞാൽ പ്രകോപനം ഉണ്ടാക്കുകയും എല്ലാ രീതിയിലും നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും എല്ലാ രീതിയിലുമുള്ള നിയമങ്ങൾ തെറ്റിച്ച് നമ്മുടെ അടുത്ത് വന്നപ്പോൾ ഒരു രീതിയിലും നമ്മളെ ഒന്നും ആക്രമിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ പ്രതിരോധ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയും നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനും നമ്മുടെ സേനാഭാഗത്തിന്റെയും മുമ്പിൽ യാതൊരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ അവർ ഒരുപക്ഷെ അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം നിർത്തിപ്പോകുന്നതിന് വേണ്ടി നമ്മളോട് ചർച്ച ചെയ്ത് നമ്മളതിനകത്ത് വെടിനിർത്തലിന് സമ്മതിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് നമ്മൾ വരച്ച വരയിൽ ഒരുപക്ഷെ പാകിസ്ഥാനെ നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വെടിനിർത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് ലോക രാജ്യങ്ങളെ പരിശോധിക്കുമ്പോൾ അമേരിക്ക, ഇസ്രായേൽ കഴിഞ്ഞാൽ ഇന്ന് ലോക രാജ്യത്ത് ഇനിയുള്ള ഒരു പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഈ പറയുന്ന ഭീകരവാദ ആക്രമവും അല്ലെ ടെററിസ്റ്റ് ആക്രമവും യുദ്ധ പ്രഖ്യാപനമായിട്ട് കണ്ട് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. അതാണ് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പൊ തൽക്കാലത്തേക്കുള്ള ഇതെങ്കിലും ഏതെങ്കിലും രീതിയിൽ പ്രകോപനം ഉണ്ടായാൽ നമ്മൾ തിരിച്ചടിച്ചിരിക്കും. അതാണ് ഇന്നലെ വെടിനിർത്തൽ കരാറിനകത്ത് ഏറ്റവും വലിയ പ്രഖ്യാപനം. ഇതിനു മുമ്പ് ഇത് അമേരിക്കയും ഇസ്രായേലും മാത്രമേ നടത്തിയിട്ടുള്ളൂ. വേറെ ഒരു രാജ്യവും നടത്തുന്നതിന് വേണ്ടി ശ്രമം അല്ലെങ്കിൽ തുനിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ട്. വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വെടിനിർത്തലിന് ശേഷം ഇന്നലെ രാത്രി വീണ്ടും പ്രകോപനം ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടായി. അവരിത് പറഞ്ഞതിന് ശേഷം ഏതാണ്ട് 6 മണിക്ക് ശേഷം പഞ്ചാബ് മേഖല, കാശ്മീർ മേഖല, അല്ലെങ്കിൽ രാജസ്ഥാൻ മേഖല, ഗുജറാത്ത് മേഖലയിലൊക്കെ ഡ്രോണുകൾ വരികയും വീണ്ടും നമ്മൾ തിരിച്ചറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് വീണ്ടും സംസാരിച്ചതിന് ശേഷം അതിനുശേഷം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് യാതൊരു കാരണവശാലും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. അതുപോലെ തന്നെ ഇന്നലെ കാശ്മീരിൽ അവിടെ സൈനിക താവളത്തിൽ വെടിവെപ്പ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഇതുവരെ സൈന്യം വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പറയുന്ന ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള യുദ്ധ നിയമങ്ങളെ പാലിക്കാനുള്ള മര്യാദ പോലും കാണിക്കാത്ത രാജ്യമായിട്ട് നമ്മളെ പാകിസ്ഥാനെ ഇപ്പം നമുക്ക് നോക്കിക്കാണേണ്ടി വരും. അതായത് അതിന് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ പ്രോക്സികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ, വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാർ, അതേ നിലവാരത്തിലുള്ള ഒരു രാജ്യം, മറ്റേ ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണെങ്കിൽ ഇത് അതേ നിലവാരത്തിലുള്ള രാജ്യം എന്നുള്ള രീതിയിലാണ്. അപ്പം ഇപ്പം സംഭവിച്ചത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അല്ലെങ്കിൽ ലോകത്തെ പലതും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, അതെല്ലാം പരാജയപ്പെട്ടു. UN ഉൾപ്പെടെയുള്ളിടത്ത് അവർക്ക് ശരിയാണെന്ന് വരുത്താൻ ശ്രമിച്ചു, അതെല്ലാം പരാജയപ്പെടുത്തി. എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും പരാജയപ്പെട്ടപ്പോൾ അവരെ സഹായിക്കാനുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ഈ പറയുന്ന ചൈനയും തുർക്കിയും ഉൾപ്പെടെയുള്ള അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് പരീക്ഷിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ യുദ്ധം നിർത്തുകയല്ലാതെ നിവൃത്തിയില്ലാതെ വന്ന് നമ്മളുടെ രാജ്യത്തോട് കേണപേക്ഷിച്ച് യുദ്ധം നിർത്തുന്ന ഒരവസ്ഥ. അതിനുവേണ്ടി ഒരുപക്ഷെ സൗദിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ അമേരിക്കയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അതിന് കാരണമായിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെല്ലാം ഒരുപക്ഷെ ഇന്ത്യയുടെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ ജയശങ്കർ പോലെയുള്ളവരോട് സംസാരിക്കുകയും അപ്പോൾ പാകിസ്ഥാൻ നേരിട്ട് സംസാരിക്കട്ടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ നിർത്തട്ടെ എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ നിലപാടെടുക്കുകയും പാകിസ്ഥാൻ നേരിട്ട് വിളിച്ച് അതിന് തയ്യാറാവുകയും പൂർണ്ണ പരാജയം സംഭവിക്കുകയും, അതായത് വരച്ച വരയിൽ നിർത്തി എന്ന് പറയാൻ കാര്യം നമ്മൾ യുദ്ധമാണ് നിർത്തിയിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മൾ യുദ്ധ പ്രഖ്യാപനത്തിന് മുമ്പ് സിന്ധു നദീജല കരാർ, അതുപോലെ ഈ പറയുന്നത് പോലെ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഈ നയതന്ത്ര തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്തൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. നമ്മളുടെ നിലപാടിനകത്ത് യാതൊരു മാറ്റം വരുത്തില്ല. സാധാരണ ഇങ്ങനെ യുദ്ധപ്രഖ്യാപനം അവസാനിക്കുമ്പോൾ അത്തരം നിലപാടുകൾക്കകത്തും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഇത് മാറ്റിയിട്ടില്ല. ഇന്ത്യക്ക് തന്നെയാണ് പൂർണ്ണ വിജയം. വരച്ച വരയിൽ പാകിസ്ഥാനെ നിർത്തി അല്ലെങ്കിൽ പാകിസ്ഥാനെ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ കഴിയാത്ത രാജ്യമാണെന്ന് ബോധ്യപ്പെടുത്തി അവരെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും ആ ബോധ്യം ഉണ്ടായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതാണ്. പക്ഷേ ഇന്ത്യ പറഞ്ഞതിൽ ഒരു കാര്യം വ്യക്തമാണ്, അത് അതീവ പ്രാധാന്യമുള്ളതുമാണ്. ഇനിയൊരു നീക്കമുണ്ടായാൽ അതൊരു യുദ്ധ പ്രഖ്യാപനമായിട്ട് ഇന്ത്യ കണക്കാക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പാകിസ്ഥാനുള്ള ഒരു അവസാന താക്കീത് കൂടിയാണ്. എന്തായാലും ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിലേക്ക് എത്തുമ്പോൾ അതിർത്തിയിൽ കൂടുതൽ സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.
ഒപ്പം ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ എടുത്ത ഈ വിഷയത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഇന്ത്യ എടുത്ത നിലപാട് ഇന്ത്യ എത്രമാത്രം വളർന്നു കഴിഞ്ഞു ലോകരാജ്യങ്ങൾക്കിടയിൽ എന്നതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണ്. താങ്ക് യു പ്രശംസ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.